ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് ക്യൂട്ട് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. കവായി മാത്രമല്ല ഉണ്ടാക്കുന്നത്, ബാക്കി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ക്യൂട്ട് എന്ന് പറയുമ്പം എല്ലാവർക്കും കവായി സ്റ്റിക്കേഴ്സ് ആണല്ലോ മനസ്സിൽ വരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാം. കൈവരി ഷീറ്റ് എടുക്കണമെങ്കിൽ അത് എടുക്കാം, ചാർട്ട് പേപ്പർ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ നോർമലി എല്ലാ പ്രാവശ്യം യൂസ് ചെയ്യുന്ന പോലെ തന്നെ റെക്കോർഡിൻ്റെ ഷീറ്റാണ് എടുക്കുന്നത്. എന്നിട്ടില്ലേ, നമുക്ക് വേണ്ട ഇമേജസ് നമുക്ക് ഒന്നെങ്കിൽ ട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമലി വരയ്ക്കാം. സിമ്പിൾ ഇമേജ് ആണെങ്കിൽ വരയ്ക്കുന്നതാവും നല്ലത്. പക്ഷെ നമുക്ക് ട്രേസിങ് ഡ്രസ്സ് കേട്ടോ. എൻ്റെ സിമ്പിൾ ഇമേജ് ആയതുകൊണ്ട് ഞാൻ വരച്ചെടുത്ത് എന്നിട്ട് ഒരു ജെൽപ്പൻ, ബ്ലാക്ക് ജെൽപ്പൻ യൂസ് ചെയ്തൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് പെയിൻറ് ചെയ്യാം. എനിക്കിവിടെ പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടില്ല, കാരണം ഞാൻ അതെടുത്ത ഇമേജസ് ഒക്കെ വൈറ്റ് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. സോ കുറച്ച് ബ്ലഷിൻ്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക, സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലഷ് ചെയ്യലും പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലോ ടാപ്പ് എടുക്കുക, കുറച്ച് വീതിയുള്ള എടുക്കുക. എന്നിട്ട് ഇതിന് നേരെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉള്ളിൽ എയർ കയറാതെ നോക്കണം കേട്ടോ. ഞാൻ ആദ്യം ഒട്ടിച്ചപ്പോൾ എയർ കയറി, പിന്നെയും പൊളിച്ചെടുത്ത് ഒട്ടിച്ചപ്പോഴാണ് റെഡി ആയത്. അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വരച്ച ഔട്ട്ലൈനിൽ നിന്നും കുറച്ച് വിട്ടിട്ട് ഒരു വൈറ്റ് പോർഷൻ വിട്ടിട്ട് വെട്ടിയെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മൾ സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഗ്ലൂ തേച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഇല്ലേ അതിൻ്റെ ചെറിയ പോർഷൻ ബാക്കിൽ ഒട്ടിച്ച് ആവശ്യ സമയത്ത് എടുത്ത് ഒട്ടിക്കാം. ഇതാണ് കുറച്ചുകൂടി എളുപ്പമുള്ള വഴി. വേറെ വഴിയോടെ ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് മെനക്കെടാണ്, എല്ലാവർക്കും അത് മനസ്സിലായിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ സിമ്പിളാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്റ്റിക്കേഴ്സ് നമുക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക, അതുപോലെ ഗിഫ്റ്റ് കാർഡൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.